സർവീസ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞുള്ള കോളുകൾ, വ്യാജ ഡെലിവറി നോട്ടിഫിക്കേഷനുകൾ, പോലീസ്, IT, ED ഉദ്യോഗസ്ഥർ എന്ന മട്ടിലുള്ള കോളുകൾ, ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി, സൈബർ ലോകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾക്ക് കയ്യും കണക്കുമില്ല. നല്ല ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി ഒക്കെ ഉറപ്പാണ്. ഇതിൽ നിന്ന് ഒഴിവാകാനുള്ള ബോധവൽക്കരണമെന്ന നിലയിലാണ് ട്രായ് ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. 1. ട്രായ് നിങ്ങളുടെ ഫോൺ സേവനം റദ്ദു ചെയ്യുമെന്ന് പറഞ്ഞ് വിളിവന്നാൽ പ്രതികരിക്കരുത്. ഫെഡെക്സിൽ നിന്നൊരു പാഴ്സലുണ്ട്, ഒരു നമ്പർ അമർത്തുക എന്ന് പറഞ്ഞു വരുന്ന വിളികളോടങ്ങ് മുഖം തിരിച്ചേക്കുക. പോലീസ് ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആധാർ നമ്പർ പറഞ്ഞും വിളി വരാം. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞും കോൾ വരാം. മൈൻഡ് ചെയ്യരുത്. നിങ്ങളുടെ പേരിൽ മയക്കുമരുന്ന് പാക്കേജ് വന്നത് കണ്ടെത്തിയെന്ന് പറഞ്ഞും കോൾ വരാം. ശുദ്ധ തട്ടിപ്പാണ്. ഇനി ആരോടും പറയരുതെന്ന് പറഞ്ഞ് എന്തെങ്കിലും വിവരം പങ്കുവയ്ക്കാൻ ശ്രമിച്ചാൽ 1930 വിളിച്ച് സൈബർ ക്രൈം ഉദ്യോഗസ്ഥരെ അറിയിക്കുക. തട്ടിപ്പുകാർ വാട്സാപ്പിലൂടെയും SMS-ലൂടെയും ബന്ധപ്പെടാൻ ശ്രമിക്കും. അതിനും പ്രതികരിക്കാതിരിക്കുക. അയ്യോ, അബദ്ധത്തിൽ നിങ്ങളുടെ UPI-യിലേക്ക് പണം അയച്ചു പോയല്ലോ, അതൊന്ന് തിരിച്ചിടുമോ എന്ന് ചോദിച്ച് മര്യാദയുടെ ആൾരൂപമെന്ന നിലയിലും വരാം തട്ടിപ്പുകാർ. ജസ്റ്റ് അങ്ങ് അവഗണിച്ചേക്കുക. ആർമിയിൽ നിന്നെന്നോ CRPF-ൽ നിന്നെന്നോ ഒക്കെ പറഞ്ഞ് ID കാർഡൊക്കെ കാണിച്ച് നിങ്ങളിൽ നിന്ന് സാധനം വാങ്ങാനെത്തുന്നു എന്ന് പറഞ്ഞെത്തുന്നവരെയും വിശ്വസിക്കേണ്ട. ഈ സൈനിക വിഭാഗങ്ങൾക്കൊക്കെ പർച്ചേസുകൾക്ക് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. മറ്റൊന്ന്, സ്വിഗ്ഗിയിൽ നിന്നോ സൊമാറ്റോയിൽ നിന്നോ എന്ന് പറഞ്ഞു വരുന്ന കോളുകളാണ്. വിലാസം സ്ഥിരീകരിക്കാൻ ഒരു നമ്പർ അമർത്തുക എന്ന് പറഞ്ഞുള്ള അത്തരം വിളികളോടും പ്രതികരണം അരുത്. ഒരു റൈഡോ ഓർഡറോ ക്യാൻസൽ ചെയ്യാനെന്ന് പറഞ്ഞുള്ള OTP ആവശ്യവും തള്ളിക്കളഞ്ഞേക്കണം. അപരിചിതരുടെ വീഡിയോ കോൾ സ്വീകരിക്കാതിരിക്കുക. സംശയാസ്പദമായി വരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുക, പ്രത്യേകിച്ച് നീല അക്ഷരങ്ങളിൽ വരുന്നവ. CBI, ED, IT ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളുടെ ആധികാരികത പരിശോധിച്ചതിനു ശേഷം മാത്രം പ്രതികരിക്കുക. സർക്കാരിൽ നിന്നെന്ന പേരിൽ വരുന്ന കത്തുകളും മെയിൽ സന്ദേശങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുക. ഡിജിറ്റൽ സുരക്ഷയിൽ ജാഗ്രത പാലിക്കുക. അപരിചിതരായ ഫോൺ കോളുകൾ വരുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ നൽകാതിരിക്കുക. അഡ്രസ്, ആധാർ, പാൻ, ജനന തീയതി എന്നിവ ഷെയർ ചെയ്യരുത്. വ്യക്തിഗത വിവരങ്ങൾ സ്ഥിരീകരിക്കാനെന്ന പേരിൽ വരുന്ന ഫോൺ കോളുകളോടും പ്രതികരിക്കാതിരിക്കുക. ഒരു അപരിചിത നമ്പറിൽ നിന്ന് വരുന്ന കോളിൽ മറുതലക്കിലുള്ള ആൾ ഇത് അർജന്റാണ്, പെട്ടെന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചാൽ കോൾ കട്ട് ചെയ്യുക. നമ്പർ കുറിച്ചു വെച്ചതിന് ശേഷം ബ്ലോക്ക് ചെയ്തേക്കുക. തട്ടിപ്പ് ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ വെച്ച് താമസിപ്പിക്കാതെ സൈബർ ക്രൈം വിഭാഗത്തെ അറിയിക്കുക. ഇതുവരെ പറഞ്ഞ ട്രായ് നിർദ്ദേശങ്ങൾ കേട്ടാൽ മാത്രം പോരാ. അടുത്ത തവണ അപരിചിതമായ നമ്പറിൽ നിന്ന് കോളുകളോ സന്ദേശങ്ങളോ വന്നാൽ 2 or 3 തവണ ആലോചിക്കാൻ മറക്കണ്ട. ജാഗ്രതയോടെ ഇരുന്നാൽ എല്ലുമുറിയെ പണിതുണ്ടാക്കിയത് പോകാതിരിക്കും.